നമസ്കാരം. ലോക ചാപ്റ്റർ 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 ലോകകപ്പിൽ മൂന്നാം കിരീടം സ്വപ്നം കണ്ട് സ്വന്തം മണ്ണിൽ ഇറങ്ങിയ ഇന്ത്യക്ക് മുന്നിൽ ഒരേയൊരു കടമ്പ മാത്രം, ഫൈനൽ. അഹമ്മദാബാദിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലക്ഷത്തിലധികം കാണികൾക്ക് മുന്നിൽ സൂര്യകുമാറും സംഘവും കിരീടമുയർത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ. നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിന്റെ ചിറകിലേറി മുന്നേറുകയാണ് ഇന്ത്യ. വാങ്കഡയിൽ ഇതിഹാസങ്ങൾ ഒന്നാകെ എത്തിയ VIP ബോക്സിൽ നിന്ന് ഏവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് മലയാളി താരത്തിന്റെ മിന്നും പ്രകടനത്തിനാണ് എന്നത് ഓരോ മലയാളി അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഇനി ഇന്ത്യക്ക് മുന്നിൽ കിരീടം കാത്തുവയ്ക്കാനുള്ള പോരാട്ടം. വാങ്കഡയിൽ കരുത്ത് തെളിയിച്ച് ഇന്ത്യ ഫൈനലിലെത്തിയ ആവേശമുണ്ട്. നമ്മോടൊപ്പം ക്രിക്കറ്റ് പരിശീലകനും അതോടൊപ്പം സഞ്ജുവിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സോണി ചെറുവത്തൂർ ചേരുകയാണ് അതിഥിയായി. സോണി, നമ്മൾ കിരീടത്തിലേക്ക് ഇനി ഒരു ചുവട് മാത്രമാണ് ബാക്കിയുള്ളത്. ഫൈനൽ പോരാട്ടമാണ്. എന്തായാലും അഹമ്മദാബാദിൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ 1 ലക്ഷത്തിലധികം കാണികൾ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. കാരണം കഴിഞ്ഞ തവണ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നത് ഒരു സന്തോഷമായിരുന്നുവെങ്കിൽ ഇത്തവണ സഞ്ജുവാണ് നമ്മുടെ താരം. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ആ മത്സരത്തിലേക്ക് കാത്തിരിക്കുന്നത്. ഞായറാഴ്ചയാണ് വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഏറ്റുമുട്ടുക. സോണി ചെറുവത്തൂർ ചേരുകയാണ്. സോണി, നമ്മൾ ഈ കാത്തിരിക്കുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഫോമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം ബാറ്റ് താഴെ വെക്കാൻ തയ്യാറായിട്ടില്ല. എതിരാളികൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് സഞ്ജു തുടർച്ചയായ മത്സരങ്ങളിൽ ഈ തരത്തിൽ ബാറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ന്യൂസിലൻഡിന്റെ എതിരായ പരമ്പരയിൽ കണ്ട സഞ്ജുവിനെയല്ല നമ്മൾ ലോകകപ്പിൽ കാണുന്നത്. അല്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള ലീൻ പാച്ചുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റിയും പരിചയ സമ്പത്തും സഞ്ജു സാംസണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 10 വർഷത്തോളമായിട്ട് ടീം ഇന്ത്യയുടെ ഭാഗമായിട്ട് പല സമയത്ത് വന്നും പോയുമൊക്കെ ആയിട്ട് സഞ്ജു സാംസൺ ഉണ്ടായിട്ടുണ്ട്. IPL എത്രയോ വർഷങ്ങൾ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീഴ്ചകൾ വരുന്ന സമയത്ത് എങ്ങനെ എഴുന്നേക്കണമെന്ന് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് അത്. കാരണം ആ കഴിഞ്ഞ സീരീസിൽ അദ്ദേഹത്തിന് അത്ര കണ്ട് ശോഭിക്കാൻ സാധിക്കാതെ പോയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിനെതിരായി വന്നിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള സഞ്ജു സാംസണാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം കളിക്കുമോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസമാണ് ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കുള്ളത്. അദ്ദേഹം ഈ ഫോമിൽ തന്നെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫൈനലിലും ന്യൂസിലാൻഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. സോണി, അതാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ടീമിൽ ഇടം ഉണ്ടാകുമെന്ന സംശയത്തിനൊന്നും ഇനിയൊരു കാര്യമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ടീം ഓരോ മത്സരം കഴിയുമ്പോഴത്തേക്കും സാഹചര്യം മാറി. ഇനി നമ്മൾ ന്യൂസിലൻഡിനെതിരെയാണ് നേരിടേണ്ടത്. നമുക്കറിയാം ഈ ടൂർണമെന്റ് ന്യൂസിലൻഡിന് അത്ര തുടക്കത്തിലൊന്നും അത്ര നന്നായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡ് അവരുടെ യഥാർത്ഥ ഫോമിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. നമ്മൾ ഒരു പരമ്പര കഴിഞ്ഞതിന് ആ പരമ്പരയിൽ ഇന്ത്യ മികച്ച രീതിയിൽ തന്നെ പ്രകടനം നടത്തിയെങ്കിൽ കൂടി ഫൈനലിലേക്ക് വരുമ്പോൾ, ഒരു 2020 ഫൈനലിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ചരിത്രത്തിലെ ആദ്യ കിരീടത്തിലേക്ക് പോകേണ്ട ഒരു നിമിഷമാണ്. സ്വാഭാവികമായും വലിയ ഒരു വെല്ലുവിളി തന്നെ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ട്. അല്ല, ന്യൂസിലാൻഡ് പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത, എന്നാൽ എല്ലാവരും ഒരുമിച്ച് നല്ല റിസൾട്ടിനായി ഒരു പൊരുതുന്ന ഒരു ടീമായിട്ടാണ് ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 50 ഓവർ ലോകകപ്പിലായിക്കോട്ടെ, T20 ലോകകപ്പിലായിക്കോട്ടെ, അത്തരത്തിലുള്ള പ്രകടനങ്ങളിലൂടെയാണ് പലപ്പോഴും ന്യൂസിലാൻഡ് മുന്നോട്ട് വരാറുള്ളത്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ 2 ഓപ്പണേഴ്സും ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച സമയത്ത് നിഷ്പ്രഭമായി പോവുകയായിരുന്നു സൗത്ത് ആഫ്രിക്ക. പക്ഷെ അതേ രീതിയിൽ തന്നെ ഒരു ടീമായിട്ട് ഒന്നിച്ച് പൊരുതാനിറങ്ങുന്ന ന്യൂസിലാൻഡിനെ നേരിടണമെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ വേണം. അതിലൊരു സൂപ്പർ സ്റ്റാർ ഒരുപക്ഷെ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ആണ്. അതേപോലെ തന്നെ 4 ഓവറുകൾ, ഏതാണ്ട് 24 പന്തുകളാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്നത് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള പ്രകടനവുമായിട്ടാണ് ജസ്പ്രീത് ബുംറയുള്ളത്. ഈ 2 സൂപ്പർ സ്റ്റാറുകൾ മറികടക്കാൻ ഈ ടീമിന് ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സോണി, അതാണ് ഈ സഞ്ജു ആ പുരസ്കാരം നേടുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ജസ്പ്രീത് ബുംറയ്ക്ക് ആണ് ഈ പുരസ്കാരത്തിന് അർഹൻ എന്ന വാക്ക്. അത് നമ്മൾ ഈ ടീം ഗെയിമിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അവരവരുടെ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചായിരുന്നു സഞ്ജുവിന്റെ ഒരു പ്രതികരണവും ഉണ്ടായത്. അല്ല, അങ്ങനെ അതാണ് സഞ്ജു. ഒരുപക്ഷെ 16, 14, 15 വയസ്സുകളിൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന സഞ്ജു സാംസൺ എപ്പോഴും അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നത്. കാരണം ഞാൻ അടിച്ചു, ഞാൻ ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ടീമിന് എന്താണ് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചിന്തിക്കാനും ഒരു രീതിയിൽ ആ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നായകൻ, അദ്ദേഹത്തിന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം എന്തായിരുന്നു ആ മത്സരത്തിന്റെ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ആ മൊമെന്റ് എന്നുള്ളത് അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം നിർണായകമായിരുന്നു ആ ബുംറയുടെ ഓവറുകൾ, പ്രത്യേകിച്ച് 18ാമത്തെ ഓവർ അത്രത്തോളം നിർണായകമായിരുന്നു എന്നുള്ളത് സഞ്ജു സാംസൺ മനസ്സിലാക്കുന്നു. അദ്ദേഹം അത് എടുത്ത് പറയുകയും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് രീതിയിലാണ്, എന്ത് ക്യാരക്ടറാണ് സഞ്ജു സാംസന്റെ എന്ന് വെളിവാകുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. സോണി, മത്സരത്തിലേക്ക് വന്നാൽ ഈ സഞ്ജുവിന്റെ കളി ശൈലിയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ മത്സരത്തിലാകട്ടെ അത് ഇംഗ്ലണ്ടിനെതിരെ ഒരവസരം സഞ്ജു 15 റൺസിൽ നിൽക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ആ 89 എത്തുന്നത് വരെ, ആ ഔട്ടാകുന്നത് വരെ മറ്റൊരു അവസരം നൽകാൻ ശ്രമിച്ചില്ല. അതോടൊപ്പം എവിടെയാണ് കൃത്യമായി പ്ലേസ്മെന്റ് എവിടെ വേണം എന്ന തരത്തിലേക്കൊക്കെ ആകെ മൊത്തം ഒരു ശൈലി മാറ്റം നമുക്ക് കാണാം. അത് അറ്റാക്കിങ്ങിൽ നിന്ന് മാറുന്നു എന്നുള്ള കാര്യത്തിലല്ല, കൂടുതൽ സമയം ക്രീസിൽ നിൽക്കണം എന്ന് ഒരു നിശ്ചയദാർഢ്യം സഞ്ജു തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് മുമ്പിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ക്രിക്കറ്റ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ട് മേക്കിംഗ് എബിലിറ്റി, അദ്ദേഹത്തിന്റെ ടൈമിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷനിങ്ങിനെ പറ്റിയൊന്നും ആർക്കും ഒരു കാലത്തും സംശയം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ റിസ്കുകൾ എടുക്കുന്ന സമയത്ത് ഒരല്പം കൂടിപ്പോയോ എന്നുള്ള സംശയം പല സമയത്തുണ്ട്. ഒരുപക്ഷെ നേരിടുന്ന ആദ്യ പന്തിൽ തന്നെ വലിയ ഷോട്ടിന് ശ്രമിക്കുക, 1-2 ബൗണ്ടറി കിട്ടിയതിന് ശേഷം വീണ്ടും അതേ രീതിയിൽ തന്നെ ശ്രമിക്കുക, അത്തരത്തിലുള്ള റിസ്ക് കൂടുതൽ എടുക്കുന്ന ബാറ്റിംഗ് ആണ് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് താനും. പക്ഷെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു റിസ്ക് എടുക്കാതെ ഒരു 100ലേക്ക് എത്താം എന്നുള്ള സാഹചര്യം വരുമ്പോഴും എന്നാൽ എനിക്ക് കിട്ടിയേക്കാം അല്ലെങ്കിൽ ഞാനൊരു 100 അടിച്ചേക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന സഞ്ജുവിനെ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ആരാധകർക്കോ അത്ര ഇഷ്ടപ്പെടാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. പക്ഷെ അത്തരത്തിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ കുറെ സമയം ക്രീസിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും 200ന് മുകളിലേക്ക് ആ സ്ട്രൈക്ക് റേറ്റിനെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് പല സമയത്തും. അത്തരത്തിൽ ആ വലിയ സ്ട്രൈക്ക് റേറ്റോട് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് ടീമിന് ഒരു നല്ല തുടക്കം അല്ലെങ്കിൽ ഒരു ശക്തമായ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തുടക്കം നൽകുക എന്നുള്ളതാണ് സഞ്ജുവിന്റെ റോള്. ഗൗതം ഗംഭീർ നൽകിയിരിക്കുന്ന ആ റോള് ഏറ്റവും ജെന്യുവനായിട്ട് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കായിരിക്കും അതിന്റെ ഗുണം ഉണ്ടാകുക. അതാണ്, ആ തുടക്കമാണ് വളരെ പ്രധാനം. കാരണം ആ തുടക്കം നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ പിന്നിൽ അത്രമാത്രം ആളുകളുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സോണിയുമായി നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഈ സഞ്ജു സ്ഥിരമായി ടീമിലേക്ക് വരുന്നതിന് മുൻപ് തന്നെയുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുണ്ടായിരുന്നു. അതായത് സഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഇന്ത്യ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് തുടക്കത്തിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അത് ഉറപ്പിക്കുകയാണ്, ഇതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. അല്ല, ആ സഞ്ജു ആ ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോഴേക്കും ടീം ഇന്ത്യക്ക് ഉണ്ടാകുന്ന ആ ഒരു ബാലൻസ് തീർച്ചയായിട്ടും ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതുള്ള ആ ഒരു ഫാക്ടർ കൂടി ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം കുറച്ചുകൂടി സന്തുലിതമാകുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. അത് ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും ഒക്കെ ഒഴിവാക്കേണ്ടി വരുമോ എന്നുള്ള സംശയം ഒരുപക്ഷെ അത് വളരെ സ്വാഭാവികമായ സംശയമായിരുന്നു സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന്, ഒരുപക്ഷെ ടീം മാനേജറിന്റെ ഭാഗത്തുനിന്ന്. കാരണം ടോപ്പ് ഓർഡറിൽ അത്രത്തോളം നല്ല താരങ്ങൾ മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അത് അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, ഇഷൻ കൃഷ്ണൻ ആയിക്കോട്ടെ, തിരിച്ചു വന്ന തിലക് വർമ്മ ആയിക്കോട്ടെ, പക്ഷെ അവരൊക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാറ്റം ഒരുപക്ഷെ താഴെ നിന്ന് റിങ്കു സിംഗിനെ മാറ്റി അതിനുശേഷം ടോപ്പ് ഓർഡറിൽ സഞ്ജു വരുന്നു, തിലകിനെ കുറച്ചുകൂടി താഴേക്ക് വയ്ക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് കൂടി ഉള്ളത് തീർച്ചയായിട്ടും സഞ്ജുവിന് ഗുണം ചെയ്തിട്ടുണ്ട്. സഞ്ജുവിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക ടോപ്പ് ഓർഡറിലാണെന്ന് ടീം ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് സഞ്ജുവിന് ഏറ്റവും നന്നായിട്ട് തന്നെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാൻ തോന്നുന്നു. സോണി, താങ്കൾ ഈ ഒരു ക്രിക്കറ്റ് താരം ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഈ ക്രിക്കറ്റിലോ ആയാൽ തന്നെ നമ്മൾ ഈ പക വീട്ടുക എന്നൊക്കെ പറയും, ആ വാക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നത് സംശയമാണ്. എങ്കിൽ കൂടി ആർച്ചറിനെതിരെ സഞ്ജു വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു ഘട്ടത്തിൽ വല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സഞ്ജുവിന് ഇതാവില്ല എന്ന തരത്തിലൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിമർശനങ്ങൾക്ക് കൂടിയുള്ള മറുപടി കഴിഞ്ഞ ദിവസം കണ്ടു. അല്ല, നമുക്കറിയാമല്ലോ, നമുക്ക് പുറത്തുനിന്ന് കളി കാണുന്ന സമയത്ത് അത് നമുക്കൊക്കെ തന്നെ തോന്നാറുണ്ട്, എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഇങ്ങോട്ട് ഇത്തിരി സ്പീഡ് കൂടിയേ കളിക്കാൻ പറ്റൂല. അപ്പൊ ഈ ടെക്നിക്ക് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കളത്തിലിറങ്ങുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കളത്തിലിറങ്ങി നിൽക്കുന്നവനെ അവന്റെ ആ സാഹചര്യത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കളത്തിന് പുറത്ത് നിന്നുകൊണ്ട് എന്ത് അഭിപ്രായം പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമുക്ക് ഇന്ത്യയിലോ ലോകത്ത് എല്ലായിടത്തും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തമായ അഭിപ്രായമുള്ള, പ്രത്യേകിച്ച് ക്രിക്കറ്റിന്റെ കാര്യം വരുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് അഭിപ്രായങ്ങളും പറയും. പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറുപ്പം മുതലേ കാണുന്നതാണ്. IPL പോലുള്ള വലിയ വേദികളിൽ 140, 150 ഒക്കെ എറിയുന്ന ആളുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് 18 വയസ്സ് സമയത്തുള്ള ബ്രെറ്റ്ലിയെ സ്ട്രൈക്ക് സീനിന്റെ മുകളിലൂടെ 6 അടിച്ചിട്ടുള്ളതാണ്. അയാൾക്ക് പേസ് പേടിയാണെന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പേസ് കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് സഞ്ജു ഇതൊക്കെ കേൾക്കാൻ പോകുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും കേട്ടിട്ട് ആർച്ചർ അടിക്കാനും പോകുന്നില്ല, അതൊക്കെ കേട്ട് പേടിച്ചിട്ട് അടിക്കാതിരിക്കാനും ഒന്നും നോക്കുന്നില്ല സഞ്ജു. എനിക്ക് അങ്ങനെ ആലോചിക്കാൻ തോന്നുന്നില്ല. കാരണം പന്ത് എങ്ങനെയാണോ വരുന്നത്, ആരെറിയുന്നു എന്നുള്ളതല്ല, അതിന് എന്തുതരം ബഹുമാനമാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക മാത്രമായിരിക്കും സഞ്ജു ചെയ്യുന്നുണ്ടാകുക.
വളരെയധികം നന്ദി ശ്രീ സോണി ചെറുത്തൂർ. എന്തായാലും ഫൈനലിലെ വളരെ ആവേശത്തോടെ തന്നെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. ആ അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ത്യക്കൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയും ചെയ്യും. ശരി, സോണി ചെറുവത്തൂരാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കാരണം നമുക്കറിയാം ഒരു വിജയത്തിന് അപ്പുറം നമുക്കൊരു കിരീടം കാത്തിരിക്കുന്നുണ്ട്. ആ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കും. ഇതിഹാസ താരം MS ധോണിയുടെ ഭാര്യ സാക്ഷി ധോണിയുടെ വിജയാഘോഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ജസ്പ്രീത് ബുംറ എറിഞ്ഞ പന്ത് റിട്ടേൺ വന്നത് കയ്യിലൊതുക്കിയപ്പോൾ ക്യാച്ചെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആഘോഷം. പൊട്ടിച്ചിരിയോടെ ധോണി ഇരിക്കാൻ പറയുന്നതും വീഡിയോയിൽ ഉണ്ട്. സഞ്ജുവിന് മുന്നിൽ നിന്ന് പെൺകുട്ടി പ്രാർത്ഥിക്കുന്ന ചിത്രം വൈറലാകുന്നു. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് മുൻപ് ദേശീയഗാനം ആലപിക്കുന്ന സമയത്താണ് സംഭവം. ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു തകർത്താടിയതോടെ ഹീറോയ്ക്കായുള്ള പ്രാർത്ഥന എന്ന രീതിയിലാണ് ചിത്രങ്ങളും വീഡിയോയും പ്രചരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീം തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ വിമർശിച്ച് മുൻ താരങ്ങൾ. ടീമിൽ നിന്ന് ബാബർ അസമിനെയും സൈം അയൂബിനെയും ഒഴിവാക്കിയതിൽ സെലക്ടർമാർ വ്യക്തത വരുത്തണമെന്ന് മുൻ താരങ്ങളായ മുഹമ്മദ് ആമിറും അഹമ്മദ് ഷെഹസാദും ആവശ്യപ്പെട്ടു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് കണക്കിലെടുത്ത് താരങ്ങളുടെ തിരിച്ചുവരവിന് വ്യക്തമായ രൂപരേഖ ബോർഡ് നൽകണമെന്ന് ആമിർ അഭിപ്രായപ്പെട്ടു. ബാബറിനെയും അയൂബിനെയും ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ യുക്തി മനസ്സിലാക്കാൻ ആരാധകർക്ക് അവകാശമുണ്ടെന്ന് ഷെഹസാദ് പറഞ്ഞു.